ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. ഇന്ന് ജൂൺ 27 തേഴ്സ്ഡേ ആണ്. ടൈം ഇപ്പോൾ 4:26 AM ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് പനീർ കൊണ്ടുള്ള ഡിഷസാണ്. സ്നാക്സായി കൊടുത്തു വിടുന്നത് പനീർ മയോ ചീസ് സാൻഡ്വിച്ചും, ലഞ്ചിന് ചോലെ ഭട്ടൂരയും. അതിനായിട്ട് ഞാൻ 2 മണിക്കൂർ മുമ്പ് മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിരുന്നു. ചോലെ ഭട്ടൂരയും പനീർ ബട്ടർ മസാലയുമാണ്. സ്നാക്സായിട്ട് പനീർ മയോ ചീസ് സാൻഡ്വിച്ചും പപ്പായ ഫ്രൂട്ടുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടാലോ? അപ്പോൾ 2 മണിക്കൂർ മുമ്പ് നമ്മുടെ ചോലെ ഭട്ടൂരയ്ക്ക് മാവ് കുഴച്ച് വെച്ചിരുന്നു. അതിപ്പോൾ അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. മാവ് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് എണ്ണ ചൂടാക്കി അതിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് പരത്തുന്ന സമയത്ത് ഒരുപാട് പൊടിയിട്ടിട്ട് നമ്മളിത് പരത്തിയെടുക്കരുത്. ഒരു ശകലം പൊടിയിട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. തീരെ കനം കുറഞ്ഞും പരത്താൻ പാടില്ല, കനം ഒരുപാട് കൂടിയും പരത്താൻ പാടില്ല. ഒരുപാട് കനം കൂടുകയോ കുറയുകയോ ചെയ്താൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ നമുക്കിത് ഭട്ടൂര പോലെ പൊങ്ങി കിട്ടില്ല. നമ്മൾ ഭട്ടൂര എന്ന് പറയുമ്പോൾ നല്ലോണം പൊങ്ങി വരുന്ന സാധനമാണ്. അപ്പോൾ ഇത് പൊങ്ങി കിട്ടില്ല. ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്ന പോലെ അത്രയും നെയ്ച്ചിൽ നമ്മൾ പരത്താൻ പാടില്ല. അത്യാവശ്യം ഒരു മീഡിയം കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ ഒരടപ്പ കൊണ്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഖനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ബാക്കിയുള്ള എല്ലാ മാവും കൂടെ ഇതേപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ചോലെ ഭട്ടൂരയുടെ റെസിപ്പി ഞാനിന്ന് ഈസ്റ്റിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മുട്ട കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുട്ടയിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റവ, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ 2 കപ്പ് മൈദ, അതിനകത്ത് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു മുട്ട, പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ ആ റവ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പാലെടുത്തിട്ട് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റായിരിക്കണം കേട്ടോ. കുഴച്ച് കഴിയുമ്പോൾ ഇനി ഇതൊന്ന് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. 6 മണിക്കൂറിന് ശേഷം ഈ മാവിനെ വലുതായി ഒന്ന് വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് 2ആക്കി മുറിച്ചിട്ട് അതിൻ്റെ നേർപകുതി എടുത്ത് വട്ടത്തിൽ ഒന്നുകൂടി പരത്തിയെടുക്കുക. എന്നിട്ട് അതിനെ പിന്നെയും ഒന്ന് 2ആക്കിയിട്ട് 1/2 ഇഞ്ച് കനത്തിൽ സർക്കിൾ ഷേപ്പിലോ ട്രയാങ്കിൾ ഷേപ്പിലോ ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം എണ്ണ ചൂടാക്കുക. അതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച ശേഷം വേണം നമുക്ക് ഈ ഭട്ടൂര ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭട്ടൂര പുറം ഭാഗം കരിഞ്ഞു പോവും, അകം വെന്തും കിട്ടില്ല. അപ്പോൾ അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം എണ്ണ ചൂടാക്കുക. അതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച ശേഷം വേണം നമുക്ക് ഈ ഭട്ടൂര ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭട്ടൂര പുറം ഭാഗം കരിഞ്ഞു പോവും, അകം വെന്തും കിട്ടില്ല. അപ്പോൾ അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടെ പരത്തിയെടുക്കാനുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മളിതാ
ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. ഞാനും ഇതവിടെ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം പുളിപ്പ് പാടില്ല നമ്മുടെ തൈരിന്. ഒരുപാട് പുളിപ്പുള്ള തൈര് ചേർത്താൽ നമ്മുടെ ഭട്ടൂരക്കുള്ള ടേസ്റ്റ് പുളിപ്പ് ടേസ്റ്റ് ആവും. നമ്മളപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ നമ്മൾ എണ്ണ ചൂടാക്കാനായി വെച്ചിരുന്നു. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സിമ്മ് നന്നായി കുറച്ച് വെച്ചു. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ആദ്യത്തെ ഭട്ടൂര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഭട്ടൂര ഇത് പൊങ്ങി വരുന്നതുണ്ട്, അതുപോലെ ഭട്ടൂര പൊങ്ങി വരണം. അപ്പോൾ നമ്മുടെ ഭട്ടൂര ഇവിടെ പൊങ്ങി വരുന്നുണ്ട്, ഇതുപോലെ പൊങ്ങി വരണം. നമ്മുടെ ഭട്ടൂര പൊങ്ങി വരുന്നുണ്ട്. സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭട്ടൂര പുറം കരിഞ്ഞും പോകും, അകം വെന്തും വരില്ല. നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായ ശേഷമാണ് നമ്മുടെ ഭട്ടൂര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സിമ്മിലിട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ വറുത്ത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഭട്ടൂര ഇട്ട് കൊടുക്കാം. നമ്മുടെ ഭട്ടൂര പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ സമയം ഇത് 5 മണിയായി. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയണേ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ആണ് ഞങ്ങളുടെ ശക്തി. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതായാലും എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നമ്മുടെ മൂന്നാമത്തെ ഭട്ടൂര ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഭട്ടൂര നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്തപോലെ ഈസ്റ്റ് ഇട്ടിട്ടും ചെയ്യാം, അതേപോലെ മുട്ട ഉപയോഗിച്ചിട്ടും ചെയ്യാം, അതേപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ ഈസ്റ്റ് ഇട്ടിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഭട്ടൂര പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞാനിതാ നമ്മുടെ ഭട്ടൂര എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം.